തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇന്ന് വൈകുന്നേരം മാനന്തവാടിയിൽ നടക്കുന്ന പൊതുയോഗത്തിലാണ് സംസാരിക്കുക. അതിനു മുമ്പേ നമ്മുടെ മുള്ളംകൊല്ലി പ്രദേശത്ത് രൂക്ഷമായ വെള്ളക്ഷാമമുണ്ട് എന്നൊരു അറിവ് കിട്ടിയതിനെ തുടർന്ന് അവിടെയും പോകണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് പ്രചരണ മേഖലയിൽ. അതിൽ ഇന്ത്യയിൽ വളർന്നു വരേണ്ട പുതിയ രാഷ്ട്രീയ സഖ്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെയാണ് നിർഭാഗ്യവശാൽ വയനാട്ടിലെ UDF സ്ഥാനാർത്ഥി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. BJP ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നത് സംബന്ധിച്ച സുവ്യക്തമായ കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണ് സംഭവിക്കുന്നത്. കോൺഗ്രസിന് മാത്രമായോ മറ്റേതെങ്കിലും കക്ഷികൾക്ക് തനിച്ചോ BJPയുടെ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ സാധിക്കില്ല എന്നതാണ് വസ്തുത. ആ വസ്തുത ആദ്യം മനസ്സിലാക്കേണ്ടത് ആരാണ്? ഇന്ത്യയിലെ പാർലമെന്റിലെ ഏറ്റവും വലിയ അംഗസംഖ്യയുള്ള പാർട്ടിയായ കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ് അത്തരമൊരു ദേശീയ സമവായം ഉണ്ടാക്കുന്നതിനുള്ള വിട്ടുവീഴ്ചയോടുകൂടി സമീപനം സ്വീകരിക്കണം. ആ സമീപനം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ പോലൊരു ദേശീയ നേതാവ് ഇവിടെ വന്ന് മത്സരിക്കുമായിരുന്നില്ല. അപ്പോൾ ആരോടാണ് മൃദു സമീപനം വേണ്ടത്? ആരോടൊക്കെയാണ് കർശനമായ നിലപാട് സ്വീകരിക്കേണ്ടത്? അത് സംബന്ധിച്ച അവ്യക്തത ഇപ്പോഴും കോൺഗ്രസിനെ പിന്തുടരുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് തോന്നുന്നത്. ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിലെ കോൺഗ്രസ്സുകാർ അവരുടെ അന്ധമായ മാർക്സിസ്റ്റ് വിരോധം എന്ന നിലപാടിൽ നിന്നും ഇതുവരെ മാറിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നാളത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അങ്ങനെ പല്ലും നഖവും ഉപയോഗിച്ച് ചെറുത്ത് എതിർത്ത് മാറ്റി നിർത്തേണ്ട ഒരു പാർട്ടിയാണോ ഇടതുപക്ഷ പാർട്ടികൾ എന്നത് സംബന്ധിച്ചാണ് കോൺഗ്രസ്സുകാർ ആലോചിക്കേണ്ടത്. അവർ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം നടത്തുന്നതെന്ന് അവർ പിൻവാങ്ങണമെന്നൊന്നും പറയില്ല. പക്ഷേ മൃദുഭാഷ ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണ്? എന്താണ് പിണറായിയെ അറസ്റ്റ് ചെയ്യാത്തത്? എന്താണ് അദ്ദേഹത്തെ MLA സ്ഥാനത്ത് നിന്ന് നീക്കാത്തത്? എന്താണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്നും അദ്ദേഹത്തെ ഇറക്കിവിടാത്തത്? അപ്പോൾ ഈ ഒരു നടപടികൾ BJP ചെയ്യാത്തതിലുള്ള അസഹിഷ്ണുതയാണോ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കന്മാർ പ്രകടിപ്പിക്കുന്നത്? അതാരെ സഹായിക്കാനാണ്? കേജ്രിവാളിനെ പിടിച്ചു വെച്ചതുപോലെ, ഹേമന്ത് സോറനെ പിടിച്ചു വെച്ചതുപോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പിടിച്ചു വെക്കണമെന്നാണോ അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ്? അങ്ങനെയല്ലേ അത് വന്നിട്ടുള്ളത്? അങ്ങനെ ഒരു ഉള്ളിരിപ്പുമായി പ്രവർത്തിച്ചാൽ നാളെ വളർന്നു വരേണ്ട സഖ്യത്തെ അത് എങ്ങനെ ദോഷകരമായി ബാധിക്കുമെന്ന് ആലോചിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? അവിടെയാണ് BJPയെ നിലക്ക് നിർത്താനുള്ള പോരാട്ടം നടത്തണമെങ്കിൽ ആരോടൊക്കെയാണ് മൃദു സമീപനം വേണ്ടത്, ആരോടൊക്കെയാണ് കർശനമായ നിലപാട് വേണ്ടത് എന്ന വ്യക്തമായ ഒരു ദിശാബോധത്തോടു കൂടിയുള്ള പ്രവർത്തനം നടത്താത്തത് കൊണ്ട് കൂടിയാണ് BJP ഇന്ത്യയിൽ അപ്രമാദിത്വം തുടരുന്നത് എന്ന വസ്തുതയെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നിലപാടായിരിക്കും കേരളത്തിലെ വോട്ടർമാർ സ്വീകരിക്കാൻ പോകുന്നത്. UDF പലപ്പോഴും ക്യാമ്പയിനിൽ പറയുന്നുണ്ട്, ഈ ധനമന്ത്രി ഈ സംഘർഷമുണ്ടായ ഘട്ടത്തിൽ, ആളുകൾ മരിച്ച ഘട്ടത്തിൽ ആ സമയത്ത് സമയബന്ധമായി എത്തിയില്ല എന്നുള്ളൊരു ആക്ഷേപം ഇപ്പോഴും തെരഞ്ഞെടുപ്പ് ഉദ്യോഗങ്ങൾ വളരെ സജീവമായി ഉന്നയിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ ശത്രു വനംവകുപ്പ് മന്ത്രിയാണോ? UDFനെ സംബന്ധിച്ചിടത്തോളം മുഖ്യ ശത്രു BJP ആണോ, LDF ആണോ, AK ശശീന്ദ്രനാണോ? ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ച തന്നെയാണത്. അല്ല, അത് ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാൻ നോക്കേണ്ടതാരാണ്? ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയും അവർ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകളെയും വിമർശിക്കുക സ്വാഭാവികമല്ലേ? ഇവിടെ അദ്ദേഹം സ്ഥാനാർത്ഥിയല്ല എന്ന് വിചാരിക്കുക. കോൺഗ്രസിന്റെ പൊതുനിലപാടുകളെക്കുറിച്ചുള്ള വിമർശനമല്ലേ അതിനു മുമ്പേ നമ്മൾ നടത്തിയിട്ടുള്ളൂ.
എന്നാൽ ഇവിടെ സ്ഥാനാർത്ഥിയായി വന്ന് ആ സ്ഥാനാർത്ഥി LDFന്റെ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇവിടെ ചോദ്യം ചെയ്യും. കാരണം രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ നേതാവാണ്. ഈ നമ്മുടെ പൗരത്വ ഭേദഗതി നിയമം, ഏക സിവിൽ കോഡ്, പിന്നെ കാശ്മീരിന് പ്രത്യേക പദവി നിർത്തലാക്കൽ തുടങ്ങിയ പദവികളൊക്കെ വന്നപ്പോൾ കോൺഗ്രസിന് നിലപാടുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അത് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി വിമർശിക്കലല്ല, അവരുടെ പാർട്ടിയുടെ നിലപാടിനെ കുറിച്ചാണ് വിമർശിക്കുന്നത്. അങ്ങനെ വിമർശിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് രാഹുൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെയാണ് വിമർശിക്കുന്നത്. അദ്ദേഹം എന്തിനാണ് വ്യക്തിപരമായി കാണുന്നത്? പക്ഷെ അദ്ദേഹം വിമർശിച്ചതാണ് വ്യക്തിപരമായിട്ട്. എന്തുകൊണ്ട് പിണറായി വിജയനെതിരെ കേസെടുക്കില്ല എന്നുള്ളത് വ്യക്തിപരമാണ്. CPMന്റെ രാഷ്ട്രീയത്തെ അല്ല അത് ചോദ്യം ചെയ്യുന്നത്. അല്ല, അതാണ് ഇന്ത്യയിൽ BJPയെ ചെറുക്കാനുള്ള ശക്തിയുള്ള പാർട്ടി ഞങ്ങളാണെന്ന് അവകാശപ്പെടുന്ന പാർട്ടി കോൺഗ്രസ് കൂടെ നിർത്തേണ്ടവരോട് വിട്ടുവീഴ്ച മനോഭാവത്തോട് പ്രതിപാദിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? CPMന്റെ നേതൃത്വത്തിലുള്ള ഒരു ദേശീയ മുന്നണിയാണ് ഇവിടെ വരാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ശരിയാണ്. വിട്ടുവീഴ്ച ചെയ്യേണ്ടത് CPM ആണ്, അല്ലെങ്കിൽ ഇടതുപക്ഷമാണ്. പക്ഷെ ഇവിടെ വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി വലിയ വിപത്തിനെ നേരിടാനുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടി മുൻകൈ എടുക്കേണ്ടത് ആരാണ്? ആ ചോദ്യത്തിന് ഉത്തരം CPM ആണെന്നാണോ? എങ്കിൽ ഞങ്ങളുടെ നിലപാട് തെറ്റാണ്. അല്ലെങ്കിൽ കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും നിലപാട് തെറ്റാണ്. ഈ മുസ്ലിം ലീഗിന്റെ പതാക പൊതുയോഗം വെക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടല്ലോ UDF-നെ സംബന്ധിച്ച്. നിങ്ങളത് രാഷ്ട്രീയ ആയുധം ആക്കുന്നുണ്ടോ? നിങ്ങളത് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ടോ? UDF-ന്റെ കൊടികൾ പൂർണ്ണമായി ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ടാണ്. പക്ഷെ ആ സാഹചര്യം എന്താണെന്ന് ആരാ വിശദീകരിക്കേണ്ടത്? എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പോരാട്ട ഭൂമിയിൽ മുന്നണിയിലെ ഘടകകക്ഷികളായ ഓരോ പാർട്ടിയും അവരുടെ പതാക താഴെ വെച്ചത് എന്തിന്? ആ ചോദ്യം സ്വാഭാവികമായി ഉയർന്നു വരുമില്ലേ? പക്ഷെ ഞങ്ങളത് ക്യാമ്പയിനായിട്ടൊന്നും നടത്തില്ല. പക്ഷെ ആ ചോദ്യം വോട്ടർമാരുടെ മനസ്സിൽ ഉയർന്നു വന്നാൽ അതിനെങ്ങനെ കുറ്റപ്പെടുത്തുക? അവരതിന് മറുപടി പറയണം. എന്തുകൊണ്ട് ഞങ്ങൾ അതിവിടെ ഉപയോഗിക്കുന്നില്ല? കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ 19 സ്ഥലത്തും മുന്നണിയിലെ ഘടകകക്ഷികളും, അത് LDF ആയാലും UDF ആയാലും, അവരുടേതായ പതാക അഭിമാനത്തോടുകൂടി പിടിച്ച് വോട്ടഭ്യർത്ഥിക്കുന്ന ഒരു ഘട്ടത്തിൽ വയനാട്ടിൽ പതാക അഭിമാന ചിഹ്നമല്ല അപമാന ചിഹ്നമായി കാണാനിടയായ സാഹചര്യം എന്താണെന്ന് വിശദീകരിക്കേണ്ടതാരാ? അത് UDF-ഉം പ്രത്യേകിച്ചും കോൺഗ്രസുമാണ്.